നമ്മുടെ ഈ വീട്ടുജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്തൊരു ജോലിയാണ് അല്ലേ? ഈ പറയണ പോലെ ഹർത്താലോ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഓഫോ ഈ കാര്യങ്ങളൊന്നും ബാധിക്കാത്തൊരു ജോലിയാണ് വീട്ടുജോലി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സംഭവങ്ങൾ ചെയ്തു, അത് 24/7 ഇങ്ങനെ ചെയ്ത് വരുന്ന കഴിയുമ്പോൾ നമ്മളൊക്കെ തളർന്നിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷേ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഈ സംഭവമൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു എനർജി ലോസും ഇല്ലാതെ ഭയങ്കര അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ കാരണങ്ങൾ കുറച്ചുണ്ട് കേട്ടോ. ബൈ ദ ബൈ, ഇതുണ്ടല്ലോ രാത്രിയിലത്തെ കുറച്ച് സംഭവം കേട്ടോ. ഫുൾ മൂടൽമഞ്ഞാണ്. 2-3 ദിവസമായിട്ട് ഇങ്ങനെയാണ്. രാത്രി നമ്മൾ വെളിയിലോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റൂല. ഓക്കെ, സോ ബാക്ക് ടു ദ പോയിന്റ്. ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. പ്രത്യേകിച്ചും എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ പുരുഷന്മാരെക്കാട്ടിലും കൂടുതൽ മൾട്ടി ടാസ്കിങ്ങിൽ പുലികളായിട്ടുള്ളത് സ്ത്രീകളാണ്. കാരണം വീട്ടുജോലി തന്നെയാണ് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. കാരണം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു, പല കാര്യങ്ങൾ ചിന്തിക്കുന്നു, അങ്ങനെ നീണ്ടു പോകും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ദിവസം നമ്മൾ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സീരിയസ്ലി പറഞ്ഞാൽ നമ്മളുടെ ആ കോൺസെൻട്രേഷൻ അവിടെ ആയിരിക്കില്ല. നമ്മളുടെ തലയിൽ ഒരു 1000 കൂട്ടം കാര്യങ്ങളായിരിക്കും ആ സമയത്ത് ഓടിക്കൊണ്ടിരിക്കുക. ചായ തിളപ്പിച്ചതിന് ശേഷം എനിക്ക് ചോറ് വാർക്കാൻ വേണ്ടി വെക്കണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ചമ്മന്തി ഉണ്ടാക്കണം, കുട്ടിയുടെ യൂണിഫോം തേക്കണം, ഭർത്താവിൻ്റെ ഡ്രസ്സ് തേക്കണം, അങ്ങനെ എനിക്കിപ്പോൾ ഓഫീസിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഒരു 1000 കാര്യങ്ങളായിരിക്കും നമ്മുടെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കണേ. സത്യം പറഞ്ഞാൽ ഒരു ചായ തിളപ്പിക്കുക എന്നുള്ള പ്രോസസ്സ് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര ശാരീരികമായിട്ട് അധ്വാനിക്കേണ്ട ഒരു പ്രോസസ്സല്ല. പക്ഷേ നമ്മൾ അവിടെ ആ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ ഇമാതിരി സംഭവങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോണ്ടല്ലോ, നമ്മുടെ ബ്രെയിൻ കൂട്ടൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. എന്ത് കാര്യമുണ്ട്? നിങ്ങൾ സിമ്പിളായിട്ടുണ്ടല്ലോ, നമ്മളപ്പോൾ നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു വർക്കിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ബ്രെയിൻ അവിടെ കിടന്ന് ഓവർ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട്, പിന്നെ നമ്മൾ ഈ ചായ തിളപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു 1000 കൂട്ടം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻ കേസ് ഞാനിനി എങ്ങാനും ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിട്ടുപോയാലോ എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ടാണ്. ഓക്കെ, ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, ഇന്നത് ചെയ്യണം, അവിടെ പോകണം എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ട് തലേ ദിവസം രാത്രി കിടക്കണേക്കാട്ടിലും മുന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒരു പേപ്പറിൽ നമ്മൾ എഴുതി വെക്കുകയോ ഫോണിൽ അല്ലെങ്കിൽ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഈ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പുച്ഛമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ല, ഈ എഴുതി വെക്കുന്ന സമയം കൊണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? പക്ഷേ നമ്മൾ കടയിൽ പോകുമ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നതും ലിസ്റ്റ് ഉണ്ടാക്കാതെ നമ്മൾ അവിടെ പോയിട്ട് മേടിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഒരു ദിവസം നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നമ്മൾ സമാധാനത്തിൽ ഓരോന്നും നോക്കി ചെയ്യുന്നതും ഈ ആവശ്യമില്ലാതെ തലയിൽ കൂടി ഇങ്ങനെ ഇട്ടിട്ട് കറക്കി ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ എഴുതി വെച്ചിരിക്കുന്ന സംഭവങ്ങളിൽ ഭർത്താവിന് ചെയ്യാൻ പറ്റുന്നത് ഭർത്താവിനോട് ചെയ്യാൻ പറയാം, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ശീലിപ്പിക്കുക. ഈ പൊതുവെ പണ്ടത്തെ അമ്മമാർ, ഞാൻ ഒരിക്കലും മോഡേൺ ഒരു ഇതിൽ വന്നിരിക്കുന്നവരെ ഞാനതിൽ കൂട്ടില്ല കേട്ടോ. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിച്ച് എല്ലാവരെയും വിട്ട് പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെയൊന്നുമല്ല. എനിക്കൊക്കെ ഫുഡ് മുഖ്യം പിക്കില്ല. എൻ്റെ ബിരിയാണിയുടെ കോഴിക്കാലം എങ്ങനെ എൻ്റെ കെട്ടിയവനെടുക്കാൻ നിന്നേ ഞാൻ പറയും, ബിരിയാണി വേറെ കെട്ടിയവൻ വേറെ, എൻ്റെ കോഴിക്കാലിൽ തൊടണ്ട, അത് ഞാൻ പറയും. അപ്പോൾ ഈ പണ്ടത്തെ കുറേ ആൾക്കാർ അങ്ങനെയാണ്. ബാക്കി എല്ലാവരും ഭക്ഷണം കഴിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിക്കുക. പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കണം. ഓക്കെ, അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ സിമ്പലാണ്. പക്ഷേ ഈ പറയണ പോലെ നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ പണിയെടുക്കാൻ നമ്മളുണ്ടായിരിക്കില്ലേ. ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, അതേപോലെ തന്നെ നേരത്തിൻ്റെ ഭക്ഷണം കഴിക്കാതിരിക്കുക, അതൊക്കെ നമ്മളുടെ എനർജി ഭയങ്കരമായിട്ട് കളയുന്ന സംഭവങ്ങളാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരും. നേരാവണ്ണം ഭക്ഷണം പ്രോപ്പർ ടൈമിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അപ്പോൾ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ അവനവൻ്റെ കാര്യങ്ങൾ കൂടെ നോക്കണം. ആരോഗ്യം മുഖ്യം ബിഗിലേ, അല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടാവില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വീടുകളിൽ ഈ ഉച്ചയ്ക്ക് നമ്മൾ ഉറങ്ങൂലേ, അത് ഒരു ഭീകര കുറ്റമായിട്ട് കാണുന്ന ഒരുപാട് വീടുകളുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ അവിടെ ഉച്ചയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നത് നമ്മൾ മടിയായതുകൊണ്ടോ നമുക്ക് സമയം കളയാൻ വേണ്ടിയിട്ടോ മാത്രം നമ്മൾ ചെയ്യുന്നതല്ല. ഞാനൊരു മുന്നത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചൈനയിലൊക്കെ ഓഫീസുകളിൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് അവർക്ക് പവർ നാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. അത് ഈ പറയുന്നത് പോലെ അവർ മടിയന്മാരായതുകൊണ്ടല്ല, അത്രയും നേരം വർക്ക് ചെയ്തിട്ട് അവരുടെ ബോഡി ടയേർഡായിരിക്കും. സോ ഒരു 10-15 മിനിറ്റ് അവരൊരു പവർ നാപ്പ്, ഒരു റെസ്റ്റ് കൊടുക്കുമ്പം നമ്മളുടെ എനർജി ഇത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ആക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരോടും വീട്ടമ്മമാരോടും എനിക്ക് പറയാനുള്ളതുണ്ടല്ലോ, നിങ്ങൾ
റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഉച്ചയ്ക്ക് നിങ്ങൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങിയതിന് കൊണ്ട് ആകാശം ഇടിഞ്ഞ് വീഴാൻ വേണ്ടിയിട്ട് പോണില്ല. അതേപോലെ തന്നെ 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങുക. 8 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണോ സാക്രിഫൈസ് ചെയ്യേണ്ടി വരണത് അത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ശരീരം നോക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഈ 8 മണിക്കൂർ ഉറങ്ങുക എന്ന് പറയുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനും കുറച്ച് എന്താ പറയുക പ്രശ്നങ്ങൾ ഉള്ള വീട്ടുകാർ ഉണ്ടെന്ന് എനിക്ക് അറിയാം. പക്ഷേ സീരിയസ്ലി അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലികൾ നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. പക്ഷെ മാറ്റി വെക്കേണ്ടത് നിങ്ങൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ. 8 മണിക്കൂർ കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇന്ന് മുതൽ ചെയ്തേ പറ്റും. അല്ല, ഞാനിങ്ങനെ വാശി പിടിച്ച് പറയുമ്പോണ്ടല്ലോ അത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല കേട്ടോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. പിന്നെ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു കപ്പ് ചായ ഇല്ലാണ്ട് ഒരു ദിവസം എനിക്ക് പറ്റില്ല എന്ന്. അതേപോലെ ചായക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ സീരിയസ്ലി പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാരസിറ്റമോൾ എന്ന് പറയുന്നത് നമ്മുടെ ചായയാണ് അല്ലേ. പക്ഷേ ഞാനിപ്പം പണ്ട് എൻ്റെ കല്യാണത്തിന് മുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കട്ടൻ കാപ്പി കുടിക്കും, പിന്നെ പലഹാരം കഴിക്കുമ്പോൾ ഒരു പാൽ ചായ കുടിക്കും, അതേപോലെ തന്നെ വൈകുന്നേരം 4 മണിക്ക് ഒരു പാൽ ചായ കുടിക്കും. അങ്ങനെ 3 കപ്പ് ചായയായിരുന്നു ഞാൻ പണ്ടൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കല്യാണത്തിന് ശേഷം കാപ്പി ഒഴിവായി, രാവിലത്തെ ചായയും വൈകുന്നേരത്തെ ചായയായി. പക്ഷേ ഇവിടേക്ക് ഇപ്പോൾ വന്നേ പിന്നെ ഞാനിപ്പം കൺട്രോൾ ചെയ്ത് രാവിലെ നമ്മൾ കുടിക്കുന്ന ഒരു കപ്പ് പാൽ കാപ്പിയില്ലേ, പാൽ ചായയില്ലേ, അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഡിഫിക്കൽട്ടാണ്, പക്ഷെ അത് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചായ എനിക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇത് നമ്മൾ പൊതുവേ ഈ കുറച്ചൊന്ന് എനർജി ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് എന്താ പറയുക അടിപൊളിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചായയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ സീരിയസ്ലി ഈ പറയുന്നത് നമുക്ക് ചായ കുടിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു എനർജി കിട്ടും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അമിതമായിട്ട് പറയുന്നത് കഫീൻ നമ്മുടെ ഉള്ളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളം തന്നെയാണ് കുടിക്കുന്നത്. പക്ഷേ അവിടെ നമുക്ക് ഡീഹൈഡ്രേഷൻ ആണ് കൂടുതൽ വരാമെന്നാണ് പറയുന്നത്, കൂടുതൽ കഫീൻ കണ്ടൻറ്റ് നമ്മുടെ ഉള്ളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ചായയൊക്കെ പരമാവധി എല്ലാവരും കുറയ്ക്കാൻ നോക്കുക. ഒരു കപ്പ് ചായയൊക്കെ കുടിച്ചോ, അതൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. അതിന് പകരം വെള്ളം, അങ്ങനത്തെ നല്ല ജ്യൂസുകൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഞാൻ ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ സിൻസിയറായിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. ഇന്ന് രാവിലെ ഒരു ഹറിബറിയും ഇല്ലാണ്ട് സമാധാനമായിട്ട് ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എത്ര പേരുണ്ട്? അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് സമാധാനപരമായിട്ട് ഇരുന്നിട്ടാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, അതോ ഹറിബറി ആയിട്ടാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ബൈ ഈ അവഗാഡോ എന്നെ തേച്ചു. എൻ്റെ പൊട്ടത്തരമാണ് കേട്ടോ. ഞാൻ നെക്കി നോക്കിയപ്പോൾ അത് നല്ല പച്ചയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും മാജിക്കൊക്കെ സംഭവിച്ചിട്ട് അവഗാഡോ പഴുക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ശരിയായില്ല. അതുകൊണ്ട് തന്നെ നല്ല കയ്പുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ കഴിച്ചു, മേടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.